തിരോധാന കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ റോസമ്മ സെബാസ്റ്റ്യന്റെയും ഐഷയുടെയും സുഹൃത്തായ റോസമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സുപ്രധാനമായ വിവരങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ ന്യൂസ് 18 സ്ക്രീനിൽ കാണുന്നത്. കാണാതായ 2012 മെയ് 11 മുതൽ കാണാതായ ഐഷയുടെ ചിത്രമാണ്. മറ്റൊരു മാധ്യമങ്ങളിലും പ്രേക്ഷകർക്ക് ചിത്രം കാണാൻ സാധിക്കില്ല. പോലീസിന് പോലും അന്വേഷിക്കുന്ന ചിത്രമാണ്. അതീവ നിർണായകമായ ചിത്രം ഐഷയുടെ കാണാതായ 2012 കാണാതായ ഐഷയുടെ ചിത്രമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ ഐഷയാണ് കാണാതായത്. ഐഷ എവിടെയെന്നുള്ള ചോദ്യം ചോദിക്കുന്നു. ഐഷ സെബാസ്റ്റ്യനാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ഇപ്പോൾ റോസമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തുന്നു. ഐഷയും സെബാസ്റ്റ്യനുമായുള്ള ബന്ധമാണ് റോസമ്മ ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തിയത്. അതീവ നിർണായകമായ അതീവ സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് 18 പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത്. കാണാതായ ഐഷയുടെ ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മറ്റൊരു മാധ്യമത്തിലും മറ്റൊരു ചാനലിലും പ്രേക്ഷകർക്ക് ഈ ചിത്രം കാണാൻ സാധിക്കില്ല. ഏറ്റവും പ്രധാനമായി സുപ്രധാനമായി ചിത്രം ന്യൂസ് 18 ഇപ്പോൾ ഇവിടെ പുറത്തുവിടുന്നു. 2012 മെയ് 11 കാണാതായ ഐഷയുടെ ചിത്രം. ഐഷ തൻ്റെ സ്വത്തുക്കൾ മറ്റൊരാളുടെ പേരിൽ എഴുതാൻ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഐഷയെ കാണാതാകുന്നത്. ആ സ്വത്ത് മുഴുവൻ, ആ പൈസ മുഴുവൻ ഉണ്ടായിരുന്നത് സെബാസ്റ്റ്യന്റെ കൈകളിലായിരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു. റോസമ്മ നടത്തുന്നത് സുപ്രധാനമായ വിവരമാണ്. സുപ്രധാനമായ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. റോസമ്മ അതായത് റോസമ്മ എന്ന് പറയുന്നത് റോസമ്മയും ഐഷയുടെയും സെബാസ്റ്റ്യന്റെയും സുഹൃത്തു കൂടിയാണ് റോസമ്മ. ഇവർ തമ്മിലുള്ള ബന്ധവും വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് റോസമ്മ. അവസാനമായി കാണുന്നത്, ഐഷയെ കാണുന്നത് 2012 മെയ് 10 ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് കണ്ടതാണ്. അതിനുശേഷം പിന്നെ ഐഷയെ ഇതുവരെ റോസമ്മ പോലും കണ്ടിട്ടില്ല. ഐഷ എവിടെയെന്ന് ചോദിക്കുന്നു. എന്തായാലും ആലപ്പുഴ ചേർത്തലയിൽ നടക്കുന്ന തിരോധാന കേസുകളിൽ 2 സ്ത്രീകളെ നേരത്തെ തന്നെ കാണാതായിരുന്നു. ഇപ്പോഴിതാ ഒന്നും കൂടി വരുന്നു. ഐഷ തിരോധാന കേസിൽ സുപ്രധാനമായ വിവരം ലഭ്യമാകുന്നു. ഐഷയെ കൊന്നിട്ടുണ്ടാകാമെന്നാണ് സുഹൃത്ത് റോസമ്മ ന്യൂസ് 18നോട് പറയുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, അതീവ സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. 2012 മെയ് 11 കാണാതായ ഐഷ. ഈ ഐഷ എവിടെ? അന്വേഷിച്ചില്ലേ പോലീസ്? ഈ കേസുകളിലെല്ലാം തന്നെ വലിയ നിഗൂഢത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഭവ്യ. 2012 മെയ് 13 ഐഷയെ കാണാതാകുന്നത്. അതിന് തൊട്ട് മുൻപുള്ള ദിവസം വരെ ഐഷയ്ക്ക് എന്തു സംഭവിച്ചു എന്നുള്ളതാണ് ഇവരുടെ സുഹൃത്തായ, അതായത് സെബാസ്റ്റ്യന്റെയും ഐഷയുടെയും സുഹൃത്തായ റോസമ്മ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ ഐഷയെ അപായപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വാക്കുകൾ വരുന്നത് റോസമ്മയുടെ ഭാഗത്തു നിന്നാണ്. റോസമ്മ ഒരു കാലത്ത് സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു സ്ത്രീയിൽ നിന്നാണ്, സെബാസ്റ്റ്യനുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു സ്ത്രീയിൽ നിന്നാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടന്നിട്ടുള്ളത്. ഐഷ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്തായാണ് റോസമ്മ താമസിക്കുന്നത്. റോസമ്മ വ്യക്തമാക്കുന്നത് സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. എല്ലുകൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിലായിരുന്നു അവശിഷ്ടങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റുമാനൂരിൽ ജൈനമ്മ എന്ന സ്ത്രീ കാണാതാവുകയും അവരെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാകും എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തത്. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും ബ്ലഡ് സ്റ്റെയിൻസും കണ്ടെത്തിയിരുന്നു. പിന്നീടാണ് പഴയ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കേസുകൾ ഉയർന്നു വരുന്നത്. ഏറ്റവും പ്രധാനമായ കേസ് ബിന്ദു പത്മനാഭൻ കേസായിരുന്നു. ബിന്ദു പത്മനാഭൻ എന്ന യുവതിയെ ചേർത്തലയിൽ നിന്നും കാണാതാവുന്ന ഒരു സംഭവം. കോടികളുടെ സ്വത്തുക്കളുടെ ഉടമയായിരുന്നു ബിന്ദു. പിന്നീട് ബിന്ദുവിന്റെ പേരിലുള്ള കോടികളുടെ സ്വത്തുക്കൾ സെബാസ്റ്റ്യന്റെ പേരിൽ ബിന്ദു തന്നെ എഴുതി നൽകിയ ഒരു പവർ ഓഫ് അറ്റോർണിയായി അവതരിപ്പിക്കപ്പെടുകയും ഈ സ്വത്തുക്കൾ മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഈ വകയിൽ സെബാസ്റ്റ്യന് കോടികൾ ലഭിക്കുകയും ചെയ്യുന്നു. ബിന്ദു പത്മനാഭൻ കേസിന് ശേഷം, അതായത് 2006 ശേഷം ബിന്ദുവിനെ കാണാനില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. ആ സംഭവത്തിന് ശേഷം പിന്നീട് സെബാസ്റ്റ്യൻ സമീപിച്ച സ്ത്രീ റോസമ്മയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. 2012 കാലയളവിലാണ് റോസമ്മയുടെ അടുത്തേക്ക് സെബാസ്റ്റ്യൻ എത്തുന്നത്. 2011 കാലയളവിലാണ് എത്തുന്നത്. പിന്നീട് ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആദ്യം ഇത്തരത്തിൽ ഇതെല്ലാം കൂടിയായിരുന്ന സെബാസ്റ്റ്യൻ അവിടെ എത്തുന്നത് തന്റെ താൻ സ്ഥലം വാങ്ങാനാണ് എന്നുള്ള നിലയിലാണ് റോസമ്മയെ
സമീപിക്കുന്നത്. റോസമ്മയും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയായിരുന്നു. ഭർത്താവ് മരിച്ചുപോയ ആളാണ്. മറ്റ് ആരും തന്നെ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. റോസമ്മയെ ഇയാൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് റോസമ്മയുമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നു. തുടർന്ന് അവിടേക്ക് എത്തിയ ഐഷ, അതായത് ഇവർ റോസമ്മയുടെ വീടിന് തൊട്ടു പുറകിലാണ് ഐഷ താമസിക്കുന്നത്. ഐഷയുമായും ഇയാൾ സ്നേഹബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഇവർ 3 പേരും കോമൺ സുഹൃത്തുക്കളായിരുന്നു. ആ ഘട്ടത്തിലാണ് ഐഷ കാണാതാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഐഷ സ്വന്തം പേരിലുള്ള 4 സെന്റ് ഭൂമി രജിസ്ട്രേഷൻ നടത്താൻ തിങ്കളാഴ്ച രജിസ്ട്രേഷൻ നടക്കാനിരിക്കെ മെയ് 12 ഞായറാഴ്ച ഐഷയെ കാണാതാകുന്നു എന്നുള്ളതാണ്. അതായത് രജിസ്ട്രേഷന് വേണ്ടിയുള്ള തുക പൂർണ്ണമായി ഐഷയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. റിട്ടയർമെന്റിന് ശേഷമുള്ള തുകയും രജിസ്ട്രേഷനായി വായ്പ എടുത്ത് നൽകിയത് അടക്കമുള്ള തുക ഉണ്ടായിരുന്നു. അത് സെബാസ്റ്റ്യന് നൽകിയിരുന്നു എന്നുള്ള നിർണായക വെളിപ്പെടുത്തലാണ് റോസമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ തുക സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങാനായി പോയ ഐഷയാണ് പിന്നീട് എവിടെയാണെന്ന് ആർക്കും അറിയാത്ത രീതിയിൽ തിരോധാനത്തിലേക്ക് പോയത് എന്നുള്ള നിർണായക വിവരം കൂടി റോസമ്മ പങ്കുവയ്ക്കുന്നു. മറ്റൊന്ന്, ബിന്ദു പത്മനാഭൻ കേസിലും ജൈനമ്മ കേസിലും ഉണ്ടായ സെയിം മോഡസ് ആണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ ഐഷ കാണാതായതിനു ശേഷം ഐഷയുടെ ഫോണിൽ നിന്നും പോലീസ് തിരോധാന കേസ് എടുത്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷവും ഐഷയുടെ ഫോണിൽ നിന്നും ഈ റോസമ്മയ്ക്ക് കോളുകൾ വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഇടവിട്ടുള്ള കോളുകൾ ഐഷയുടെ ഫോണിൽ നിന്നും ഐഷയുടെ നമ്പറിൽ നിന്നും വിളിച്ചുകൊണ്ടേയിരുന്നു. കോളുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മിണ്ടാറുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, തിരിച്ചു വിളിച്ചാൽ എടുത്താലും കോൾ അറ്റൻഡ് ചെയ്യുന്നതല്ലാതെ സംസാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ബിന്ദു പത്മനാഭന്റെ ബന്ധുക്കളിലേക്കും കോളുകൾ വന്നിട്ടുണ്ട്. ജൈനമ്മയുടെ ഫോണിൽ നിന്നും കോളുകൾ വന്നിട്ടുണ്ട്. ജൈനമ്മയുടെ കേസിൽ പിടിക്കപ്പെടുന്നത് പോലും ഈ ഫോണുമായി ബന്ധപ്പെട്ട മിസ് കോളുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ ലഭിച്ച CCTV ദൃശ്യങ്ങളാണ്. എന്തായാലും സെബാസ്റ്റ്യൻ ഐഷ തിരോധനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണെന്ന നിർണായക വെളിപ്പെടുത്തലാണ് നമുക്ക് തീർച്ചയായും ഐഷ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യന് പങ്കുണ്ട്, സെബാസ്റ്റ്യന്റെ കൈകൾ അതിന് പിന്നിലുണ്ട് എന്ന് തെളിവാക്കുന്ന വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. സെബാസ്റ്റ്യനും ഐഷയുമായി വളരെ അടുത്ത ബന്ധമുള്ള അവരുടെ അയൽവാസിയായ റോസമ്മ തന്നെയാണ് ഇപ്പോൾ ഈ നിർണായക വെളിപ്പെടുത്തൽ നമ്മളോട് നടത്തിയത്. റോസമ്മയുടെയും ഒപ്പം ഐഷയുടെയും അയൽവാസിയായ പ്രദേശവാസിയായ രൂപേഷ് നമുക്കൊപ്പം ചേരുന്നു, ന്യൂസ് 18 ചേരുന്നു. രൂപേഷ്, ഗുഡ് മോർണിംഗ്. ഞാൻ മനസ്സിലാക്കുന്നത് 2012 മുതൽ കാണാതായ ഐഷയുടെയും ഇപ്പോൾ ഞങ്ങളോട് ന്യൂസ് 18 ഈ വളരെ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയ റോസമ്മയുടെയും സമീപവാസിയാണ് താങ്കൾ എന്നാണ്. അതെ 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 ഞാൻ താമസിക്കുന്ന വാർഡിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ ഐഷയെ താങ്കൾക്ക് വ്യക്തിപരമായി പരിചയമുണ്ടോ? ഹൈറുമ്മ എന്ന് നമ്മൾ കൊച്ചുനാൾ മുതൽ കേട്ടിട്ടുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളെയൊക്കെ എനിക്കറിയാം. ഈ പ്രദേശത്തൊക്കെ നമ്മൾ പോകുന്നതാണ്, പൊതുപ്രവർത്തനമായിട്ടൊക്കെ അവിടെയൊക്കെ പോകുന്നതാണ്. ഈ ഐഷ ഒറ്റയ്ക്കായിരുന്നു താമസം? ഐഷ ഒറ്റക്കായിരുന്നു താമസം. ഒരു എറണാകുളത്തായിരുന്നു അവസാന ഘട്ടത്തിൽ വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മുടെ അവിടെ വന്ന് സ്ഥിരതാമസമാക്കി. ഈ സാമ്പത്തികമായി ഒരുപാട് മെച്ചപ്പെട്ട ആളായിരുന്നോ ഈ ഐഷ? അത്യാവശ്യം ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നു. പെൻഷനാണ് അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ അയൽക്കൂട്ടം അതുകൂട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഒക്കെ വായ്പ എടുത്തിട്ടാണ് ഈ സ്ഥലം ഇടപാടിനായിട്ട് ഐഷ ഇറങ്ങിയത്. ആ ഘട്ടത്തിലാണ് ഒരു മിസ്സിംഗ് ആവുന്നത്.